നമസ്കാരം. ഏറ്റുമാനൂർ സ്വദേശിനി ജൈനമ്മയെ കാണാതായ കേസിൽ അറസ്റ്റിലായ മുഖ്യപ്രതി റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരൻ CM സെബാസ്റ്റ്യനുമായി പള്ളിപ്പുറത്തെ 2.5 ഏക്കർ പുരയിടത്തിൽ തെളിവെടുപ്പ് പുരോഗമിക്കുന്നു. പോലീസ് നടത്തിയ പരിശോധനയിൽ വീണ്ടും മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തി. 20ഓളം അസ്ഥികഷ്ണങ്ങളാണ് കണ്ടെത്തിയത്. കത്തിക്കരിഞ്ഞ നിലയിലാണ് അസ്ഥികഷ്ണങ്ങൾ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സ്ഥലത്ത് നിന്ന് ഏകദേശം 25 മീറ്റർ മാറിയാണ് വീണ്ടും മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ഓരോ സ്ഥലവും കൃത്യമായി രേഖപ്പെടുത്തിയാണ് പോലീസ് തിരച്ചിൽ നടത്തി വരുന്നത്. സ്ഥലത്തെ പുല്ലു നീക്കിയും മണ്ണ് മാറ്റിയും തിരച്ചിൽ തുടരുകയാണ്. സംശയമുള്ള സ്ഥലങ്ങളിൽ കുഴിച്ചും കുളം വറ്റിച്ചും തിരച്ചിൽ നടത്തുന്നുണ്ട്. കൂടുതൽ പരിശോധനകൾക്കായി ഫോറൻസിക് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ലഭിച്ച മൃതദേഹ അവശിഷ്ടങ്ങൾ ആരുടേതാണെന്ന് അറിയാനായി DNA ടെസ്റ്റ് ഉൾപ്പെടെ നടത്തും. കഴിഞ്ഞ ദിവസമാണ് സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ നിന്ന് കത്തിക്കരിഞ്ഞ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ഇത് കൂടുതൽ സംശയങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. ലഭിച്ച തലയോട്ടിയുടെയും തുടയെല്ലുകളുടെയും പ്രാഥമിക പരിശോധനയിൽ മരിച്ചത് ജൈനമ്മയാണെന്ന് ഉറപ്പിക്കാനാകില്ലെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. 10 വർഷം മുൻപ് ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ ചേർത്തല സ്വദേശിനി ഐഷയുടെ മകളുടെ രക്തസാമ്പിൾ ശേഖരിച്ച് തുടർ നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. എല്ലുകളുടെ പഴക്കവും തലയോട്ടിക്കൊപ്പം കിട്ടിയ കമ്പിയിട്ട പല്ലുമാണ് സംശയങ്ങൾക്കിടയാക്കിയത്. ജൈനമ്മയ്ക്ക് അത്തരത്തിൽ പല്ലുകളില്ലെന്ന് ബന്ധുക്കൾ ഉറപ്പിക്കുകയും ഐഷയ്ക്ക് ഒരു വെപ്പ് പല്ലുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ആലപ്പുഴ ക്രൈംബ്രാഞ്ച് സംഘം ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് രക്തം ശേഖരിച്ച് DNA പരിശോധനയ്ക്ക് അയച്ചു. അടുത്ത ആഴ്ചയോടെ DNA ഫലം വരുമ്പോൾ ഇതിൽ സ്ഥിരീകരണമാകും. ജൈനമ്മ പള്ളിപ്പുറത്തെ വീട്ടിൽ വെച്ചാണ് കൊല്ലപ്പെട്ടതെന്ന് ഉറപ്പിച്ചാണ് കോട്ടയം ക്രൈംബ്രാഞ്ചിന്റെ നടപടികൾ. കാണാതായ 2024 ഡിസംബർ 23 തന്നെ ഇവർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും ശരീരാവശിഷ്ടങ്ങൾ പള്ളിപ്പുറത്തെ വീട്ടുവളപ്പിൽ തന്നെ ഉണ്ടാകുമെന്നുമാണ് കണക്കാക്കുന്നത്. സെബാസ്റ്റ്യനെ ക്രൈംബ്രാഞ്ച് SP-യുടെ നേതൃത്വത്തിൽ വീടിനകത്ത് ചോദ്യം ചെയ്തു. സെബാസ്റ്റ്യൻ കുറ്റസമ്മതം നടത്തിയെങ്കിലും ശരീരാവശിഷ്ടങ്ങളുടെ കാര്യത്തിൽ വ്യക്തത നൽകിയിട്ടില്ല. ജൈനമ്മ ധരിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളടക്കം അപഹരിച്ച് പണയം വെക്കുകയും പിന്നീട് എടുത്ത് വിൽക്കുകയുമായിരുന്നു. ഇവ പോലീസ് വീണ്ടെടുത്തിട്ടുണ്ട്. കസ്റ്റഡിയിലുള്ള പ്രതി പരസ്പര വിരുദ്ധമായ മൊഴികളിലൂടെ ഉദ്യോഗസ്ഥരെ വട്ടം കറക്കുകയാണെന്നാണ് സൂചന. പഠിച്ചുറച്ച മൊഴിയാണ് നൽകുന്നതെന്നും പോലീസ് കരുതുന്നു. ജൈനമ്മ തിരോധാന കേസ് അന്വേഷിക്കുന്ന കോട്ടയം ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘവും ബിന്ദു പത്മനാഭൻ തിരോധാന കേസ് അന്വേഷിക്കുന്ന ആലപ്പുഴ ക്രൈംബ്രാഞ്ച് സംഘവും പള്ളിപ്പുറത്തെ വീട്ടിൽ പരിശോധന നടത്തുമെന്നാണ് വിവരം. ചേർത്തലയിൽ കാണാതായ സ്ത്രീകളെ സെബാസ്റ്റ്യൻ അപായപ്പെടുത്തിയോ എന്നതാണ് സംശയം. കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങളോ കേസിൽ നിർണായകമായേക്കാവുന്ന തെളിവുകളോ ഇവിടെ നിന്ന് ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണക്കുകൂട്ടൽ. 2.25 ഏക്കറോളം വരുന്ന പുരയിടത്തിൽ കുളങ്ങളും ചതുപ്പ് നിലങ്ങളുമുണ്ട്. ഇവിടങ്ങളിലെല്ലാം പരിശോധന നടത്തും. വീടിനുള്ളിൽ പുതിയതായി ഗ്രാനൈറ്റ് പാകിയ മുറിയുടെ തറയടക്കം പൊളിച്ച് പരിശോധന നടത്താനും ആലോചനയുണ്ട്. പള്ളിപ്പുറത്തെ വീടും പരിസരവും കേന്ദ്രീകരിച്ച് നടക്കുന്ന പരിശോധന കേസിലേറെ നിർണായകമാണ്. ചേർത്തല കടക്കരപ്പള്ളി സ്വദേശി ബിന്ദു പത്മനാഭൻ, ചേർത്തല തെക്ക് വള്ളാക്കുന്നത്ത് വെളി സിന്ധു എന്നിവരുടെ തിരോധാനത്തിൽ സെബാസ്റ്റ്യനെ ക്രൈംബ്രാഞ്ച് സംശയിക്കുന്നുണ്ട്. ബിന്ദു പത്മനാഭനെ കാണാനില്ലെന്ന പരാതി 2017 ലഭിച്ചത്. ബിന്ദുവിന് എറണാകുളം ഇടപ്പള്ളിയിലുണ്ടായിരുന്ന സ്ഥലം വ്യാജരേഖ ചമച്ച് സെബാസ്റ്റ്യൻ തട്ടിയെടുത്തെന്ന കേസുണ്ട്. സെബാസ്റ്റ്യന്റെ വീടിന്റെ പല ഭാഗവും കുഴിച്ചു നോക്കിയെങ്കിലും ഒന്നും ലഭിച്ചിരുന്നില്ല. വിസമ്മതിച്ചതിനാൽ നുണ പരിശോധന നടന്നില്ല. പാലയിലെ ധ്യാന കേന്ദ്രത്തിൽ വെച്ചാണ് ജൈനമ്മ എന്ന ജെയിൻ മാത്യുവിനെ സെബാസ്റ്റ്യൻ പരിചയപ്പെട്ടത്. സ്ഥലമിടപാട് നടത്തിയിരുന്നു. ജൈനമ്മയുടെ സ്വർണ്ണം സെബാസ്റ്റ്യൻ വിറ്റെന്ന് കണ്ടെത്തി. ധ്യാനത്തിനെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ ജൈനമ്മയെ 2024 ഡിസംബർ 23 കാണാതായത്. ജൈനമ്മയുടെ ഫോൺ സെബാസ്റ്റ്യൻ ഈരാറ്റുപേട്ടയിൽ വെച്ച് റീചാർജ് ചെയ്തിരുന്നു. ഐഷയെ 2012 മെയ് 13 കാണാതാകുന്നത്. ഫോൺ വന്നതിനെ തുടർന്ന് ബാങ്കിലേക്കെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങി. കുടുംബസ്വത്ത് തർക്കം നിലനിന്നിരുന്ന ഐഷയ്ക്ക് സമീപവാസിയുടെ 5 സെന്റ് സ്ഥലം വാങ്ങി നൽകാൻ മുൻകൈ എടുത്തത് സെബാസ്റ്റ്യൻ ആയിരുന്നു. തിരുവഴ ക്ഷേത്രത്തിലേക്ക് പോയ സിന്ധുവിനെ 2020 ഒക്ടോബർ 19 കാണാതായത്. ക്ഷേത്രത്തിൽ വഴിപാട് നടത്തിയതായി കണ്ടെത്തി. മകളുടെ വിവാഹ നിശ്ചയത്തിന് 2 ദിവസം മുമ്പായിരുന്നു ഈ സംഭവം. സെബാസ്റ്റ്യനുമായി ബന്ധപ്പെടുത്തുന്ന തെളിവുകൾ ലഭിച്ചിട്ടില്ല.